എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് 8ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ 7ാമത്തെ ചാപ്റ്റർ സമ്പദ്ശാസ്ത്ര ചിന്തകൾ എന്ന ഭാഗത്ത് നിന്ന് കേരള PSC ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ്. ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. മനുഷ്യന്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്ന പ്രക്രിയയെ നമ്മൾ ഉൽപാദനം എന്ന് പറയാറുണ്ട്. മനുഷ്യന്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്ന പ്രക്രിയയെ നമ്മൾ ഉൽപാദനം എന്ന് പറയാറുണ്ട്. വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളും ഉൽപാദനം, വിതരണം, ഉപയോഗം എന്നിവയും പഠന വിധേയമാക്കുന്ന ശാസ്ത്രശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം. വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളും ഉൽപാദനം, വിതരണം, ഉപയോഗം എന്നിവയും പഠനവിധേയമാക്കുന്ന ശാസ്ത്രശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ് ആഡം സ്മിത്ത്. PSC 1 മാർക്ക് ചോദ്യം. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആഡം സ്മിത്ത്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ് ആഡം സ്മിത്ത്. സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് അഭിപ്രായപ്പെട്ടത് ആഡം സ്മിത്ത് ആണ്. സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന അഭിപ്രായപ്പെട്ട വ്യക്തി ആഡം സ്മിത്ത്. സാമ്പത്തിക ശാസ്ത്രത്തിന് വ്യക്തമായ അടിത്തറ നൽകിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആഡം സ്മിത്ത്. സാമ്പത്തിക ശാസ്ത്രത്തിന് വ്യക്തമായ അടിത്തറ നൽകിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആഡം സ്മിത്ത്. നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന കൃതിയുടെ കർത്താവ് ആഡം സ്മിത്ത് ആണ്. നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന കൃതിയുടെ കർത്താവ് ആഡം സ്മിത്ത്. നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന കൃതിയുടെ കർത്താവ് ആഡം സ്മിത്ത് ആണ്. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നുമുള്ള ലേസഫെയർ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആഡം സ്മിത്ത് ആണ്. PSC 1 മാർക്ക്, യൂണിവേഴ്സിറ്റി LGSനൊക്കെ വന്നിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയിപ്പോയി എന്നാലും വന്നിട്ടുള്ളതാണ്. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റിന്റെ ഇടപെടലുകൾ പരിമിതപ്പെടുത്തണമെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നുമുള്ള ലേസഫെയർ സിദ്ധാന്തം ആവിഷ്കരിച്ചിട്ടുള്ളത് ആഡം സ്മിത്ത് ആണ്. സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന കൃതിയുടെ കർത്താവ് ആൽഫ്രഡ് മാർഷൽ ആണ്. സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന കൃതിയുടെ കർത്താവ് ആൽഫ്രഡ് മാർഷൽ. സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന കൃതിയുടെ കർത്താവ് ആൽഫ്രഡ് മാർഷൽ ആണ്. സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന പുസ്തകത്തിലൂടെ ആൽഫ്രഡ് മാർഷൽ മുന്നോട്ട് വച്ച അടിസ്ഥാന ആശയം ക്ഷേമ സാമ്പത്തിക ശാസ്ത്രമാണ്. സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന പുസ്തകത്തിലൂടെ ആൽഫ്രഡ് മാർഷൽ മുന്നോട്ട് വെച്ച അടിസ്ഥാന ആശയം എന്ത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ഷേമ സാമ്പത്തിക ശാസ്ത്രമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. സമ്പത്ത് ആത്യന്തികമായി മനുഷ്യന്റെ ക്ഷേമത്തിനു വേണ്ടിയായിരിക്കണമെന്നും സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യന്റെ ക്ഷേമത്തിന് പ്രാധാന്യം നൽകിയിട്ടുള്ളതുമായിരിക്കണമെന്ന് അഭിപ്രായപ്പെട്ടത് ആൽഫ്രഡ് മാർഷൽ ആണ്. സമ്പത്ത് ആത്യന്തികമായി മനുഷ്യന്റെ ക്ഷേമത്തിനു വേണ്ടിയായിരിക്കണമെന്നും സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യന്റെ ക്ഷേമത്തിനു പ്രാധാന്യം നൽകിയിട്ടുള്ളതായിരിക്കണമെന്നും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ആൽഫ്രഡ് മാർഷൽ ആണ്. ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികൾക്ക് പ്രാധാന്യം നൽകുന്ന ആശയം മുന്നോട്ട് വെച്ച ചിന്തകനാണ് കാൾ മാർക്സ്. ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികൾക്ക് പ്രാധാന്യം നൽകുന്ന ആശയം മുന്നോട്ട് വെച്ച ചിന്തകനാണ് കാൾ മാർക്സ് എന്ന് പറയുന്നത്. ഉൽപാദനത്തിന്റെ വിലയുടെ ഒരു ഭാഗം മാത്രം തൊഴിലാളികൾക്ക് പ്രതിഫലമായി നൽകുകയും ബാക്കി സിംഹഭാഗവും മുതലാളി ലാഭമാക്കി മാറ്റുകയും ചെയ്യുന്നതിനെ കാൾ മാർക്സ് വിശേഷിപ്പിച്ചത് മിച്ചമൂല്യം എന്നാണ്. ഉൽപാദനത്തിന്റെ വിലയുടെ ഒരു ഭാഗം മാത്രം തൊഴിലാളികൾക്ക് പ്രതിഫലമായി നൽകുകയും ബാക്കി സിംഹഭാഗവും മുതലാളി ലാഭമാക്കി മാറ്റുകയും ചെയ്യുന്നതിനെ കാൾ മാർക്സ് വിശേഷിപ്പിച്ചത് മിച്ചമൂല്യം എന്നാണ്. മൂലധനം എന്ന കൃതി രചിച്ചത് കാൾ മാർക്സ് ആണ്. മൂലധനം എന്ന കൃതി രചിച്ചത് കാൾ മാർക്സ് ആണ്. മികച്ച സാമ്പത്തികാസൂത്രണവും ശരിയായ വിഭവ വിനിയോഗവും എന്ന അടിസ്ഥാന ആശയം മുന്നോട്ട് വെച്ച ചിന്തകനാണ് പോൾ എ സാമുവൽസൺ. മികച്ച സാമ്പത്തികാസൂത്രണവും ശരിയായ
വിഭവ വിനിയോഗവും എന്ന അടിസ്ഥാന ആശയം മുന്നോട്ടുവച്ച ചിന്തകനാണ് പോൾ എ സാമുവൽസൺ. സാമ്പത്തിക ശാസ്ത്ര മേഖലയിൽ അതിരില്ലാത്ത ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും എന്ന അടിസ്ഥാന ആശയം മുന്നോട്ടുവച്ച ചിന്തകനാണ് ലയണൽ റോബിൻസ്. സാമ്പത്തിക ശാസ്ത്ര മേഖലയിൽ അതിരില്ലാത്ത ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും എന്ന അടിസ്ഥാന ആശയം മുന്നോട്ടുവച്ച ചിന്തകനാണ് ലയണൽ റോബിൻസ് എന്ന് പറയുന്നത്. പരിമിത വിഭവങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ നമ്മുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കണം എന്ന് അഭിപ്രായപ്പെട്ടത് ലയണൽ റോബിൻസനാണ്. പരിമിത വിഭവങ്ങൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ നമ്മുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കണം എന്ന് അഭിപ്രായപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ലയണൽ റോബിൻസ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ പ്രധാനമായ ചാണക്യന്റെ കൃതിയാണ് അർത്ഥശാസ്ത്രം. ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ പ്രധാനമായ ചാണക്യന്റെ കൃതിയാണ് അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത്. അർത്ഥശാസ്ത്രത്തിന്റെ രചയിതാവ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചാണക്യനാണ്. ചന്ദ്രഗുപ്ത മൗര്യന്റെ മുഖ്യ ഉപദേഷ്ടാവ് ചാണക്യനായിരുന്നു. ചന്ദ്രഗുപ്ത മൗര്യന്റെ മുഖ്യ ഉപദേഷ്ടാവ് ചാണക്യൻ. മഗധ എന്ന രാജ്യത്തെ ഒരു സാമ്പത്തിക ശക്തിയായി മാറ്റിയതിൽ പിന്നിൽ മുഖ്യ പങ്കുവഹിച്ചത് ചാണക്യനായിരുന്നു. മഗധ എന്ന രാജ്യത്തെ സാമ്പത്തിക ശക്തിയാക്കി മാറ്റിയതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ചാണക്യനാണ്. ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ദാദാബായ് നവറോജിയാണ്. ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ദാദാബായ് നവറോജി. ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിയെടുക്കുന്നതാണ് ബ്രിട്ടീഷ് ഭരണമെന്നും ഇത് ഇന്ത്യയെ ദരിദ്രത്തിലേക്കും സാമ്പത്തിക തളർച്ചയിലേക്കും നയിക്കുന്നുവെന്നും പ്രതിപാദിക്കുന്ന ദാദാബായ് നവറോജിയുടെ സിദ്ധാന്തമാണ് ചോർച്ചാ സിദ്ധാന്തം. ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിയെടുക്കുന്നതാണ് ബ്രിട്ടീഷ് ഭരണമെന്നും ഇത് ഇന്ത്യയെ ദാരിദ്ര്യത്തിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും നയിച്ചുവെന്നും പ്രതിപാദിക്കുന്ന ദാദാബായ് നവറോജിയുടെ സിദ്ധാന്തമാണ് ചോർച്ചാ സിദ്ധാന്തം. ദാദാബായ് നവറോജിയുടെ ചോർച്ചാ സിദ്ധാന്തത്തിൽ പരാമർശിക്കുന്ന ഇന്ത്യൻ സാമ്പത്തിക ചോർച്ചയ്ക്കുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് നോക്കാം. ഒന്ന് വായിച്ചു പോയാൽ മതി. ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന ശമ്പളം നൽകിയത്, ഇന്ത്യയിലെ അസംസ്കൃത വസ്തുക്കൾ തുച്ഛമായ വില നൽകി ശേഖരിച്ച് അതുകൊണ്ടുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ കൂടിയ വിലയ്ക്ക് ഇന്ത്യൻ കമ്പോളത്തിൽ തന്നെ വിറ്റഴിച്ചത്, ബ്രിട്ടന്റെ സാമ്രാജ്യത്വ വികസനത്തിനു വേണ്ടി ഇന്ത്യൻ സമ്പത്ത് കൊള്ളയടിക്കൽ, ഇന്ത്യൻ തൊഴിലാളികളെ അടിമകളെ പോലെ പണിയെടുപ്പിക്കുകയും കാർഷിക വ്യവസായ ഉൽപ്പന്നങ്ങൾ ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കുകയും ചെയ്തത് തുടങ്ങിയതൊക്കെ എന്താണ് സാമ്പത്തിക ചോർച്ചയ്ക്കുള്ള കാരണങ്ങളായിട്ടാണ് ദാദാബായ് നവറോജി പറയുന്നത്. ബ്രിട്ടീഷ് ചൂഷണവും പടിഞ്ഞാറൻ നാഗരികതയും എങ്ങനെ ഇന്ത്യയെ തകർത്തുവെന്ന് സാമ്പത്തിക ശാസ്ത്ര പഠനങ്ങളിലൂടെ തെളിയിച്ച വ്യക്തിയാണ് രമേശ് ചന്ദ്ര ദത്ത്. ബ്രിട്ടീഷ് ചൂഷണവും പടിഞ്ഞാറൻ നാഗരികതയും എങ്ങനെ ഇന്ത്യയെ തകർത്തുവെന്ന് സാമ്പത്തിക ശാസ്ത്ര പഠനത്തിലൂടെ തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആര് എന്ന് ചോദിച്ചാൽ അത് രമേശ് ചന്ദ്ര ദത്ത് ആണ്. ഇന്ത്യക്ക് ആവശ്യം മൂലധനം ഏതാനും പേരിൽ കേന്ദ്രീകരിക്കലല്ല. 1900 മൈൽ നീളവും 1500 മൈൽ വീതിയുമുള്ള ഈ ഭൂഖണ്ഡത്തിലെ 7 ലക്ഷം ഗ്രാമങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാനാകുന്ന വിധത്തിൽ വിതരണം ചെയ്യലാണ്. ആരുടെ വാക്കുകളാണ്? മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ്. ഇന്ത്യക്ക് ആവശ്യം മൂലധനം ഏതാനും പേരിൽ കേന്ദ്രീകരിക്കലല്ല, 1900 മൈൽ നീളവും 1500 മൈൽ വീതിയുമുള്ള ഈ ഭൂഖണ്ഡത്തിലെ 7 ലക്ഷം ഗ്രാമങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാനാവുന്ന വിധത്തിൽ വിതരണം ചെയ്യലാണ് എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ദാദാബായ് നവറോജിക്ക് ശേഷം ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രത്തിന് തനതായ സംഭാവന നൽകിയ വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധി. ദാദാബായ് നവറോജിക്ക് ശേഷം ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രത്തിന് തനതായ സംഭാവന നൽകിയ ഒരാളായിരുന്നു മഹാത്മാഗാന്ധി. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി. ഗാന്ധിജിയുടെ ആദ്യ പുസ്തകമാണ് ഹിന്ദു സ്വരാജ്. ഗാന്ധിജിയുടെ ആദ്യ പുസ്തകമായ ഹിന്ദു സ്വരാജ് പുറത്തിറങ്ങിയ വർഷം 1909 ആണ്. ഗാന്ധിജിയുടെ ആദ്യ പുസ്തകമായിട്ടുള്ള ഹിന്ദു സ്വരാജ് പുറത്തിറങ്ങിയ വർഷം 1909 ആണ്. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും
ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകിയിരുന്ന ആളായിരുന്നു ഗാന്ധിജി. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും അതേപോലെ തന്നെ ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകിയിരുന്നത് ഗാന്ധിജിയായിരുന്നു. ട്രസ്റ്റിഷിപ്പ് എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി മഹാത്മാഗാന്ധിയാണ്. ട്രസ്റ്റിഷിപ്പ് എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി മഹാത്മാഗാന്ധി. ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട സാമ്പത്തിക ശാസ്ത്ര ചിന്തകളൊന്ന് നമുക്ക് നോക്കിപ്പോവാം. കാർഷിക ഗ്രാമീണ വ്യവസ്ഥയ്ക്കായിരുന്നു ഗാന്ധിജി പ്രാധാന്യം നൽകിയിരുന്നത്. കുടിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് അദ്ദേഹം പരിഗണന നൽകി. സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണത്തിന് അദ്ദേഹം പ്രാധാന്യം നൽകി. സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായിട്ടുള്ള പ്രാദേശിക സമ്പദ് വ്യവസ്ഥയായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഗാന്ധിജിയുടെ സാമ്പത്തികാശയങ്ങളിൽ സ്വാധീനിക്കപ്പെട്ട പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരായിരുന്നു ജെ.സി. കുമരപ്പ, ശ്രീമാൻ നാരായണൻ, ധരംപാൽ എന്നിവർ. ഗാന്ധിജിയുടെ സാമ്പത്തികാശയങ്ങളിൽ സ്വാധീനിക്കപ്പെട്ട പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരാണ് ജെ.സി. കുമരപ്പ, ശ്രീമാൻ നാരായണൻ, ധരംപാൽ എന്നിവർ. കാർഷിക മേഖലയ്ക്കും ചെറുകിട വ്യവസായങ്ങൾക്കും മുൻഗണന നൽകുന്ന വികസനമാണ് സ്വതന്ത്ര ഇന്ത്യ സ്വീകരിക്കേണ്ടതെന്ന ആശയം മുന്നോട്ട് വെച്ചത് ജെ.സി. കുമരപ്പ, ശ്രീമാൻ നാരായണൻ, ധരംപാൽ എന്നിവരാണ്. കാർഷിക മേഖലയ്ക്കും ചെറുകിട വ്യവസായങ്ങൾക്കും മുൻഗണന നൽകുന്ന വികസനമാണ് സ്വതന്ത്ര ഇന്ത്യ സ്വീകരിക്കേണ്ടതെന്ന ആശയം മുന്നോട്ട് വെച്ചത് ജെ.സി. കുമരപ്പ, ശ്രീമാൻ നാരായണൻ, ധരംപാൽ എന്നിവരാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ദാരിദ്ര്യരേഖ നിർണയിക്കുന്നതിലെ അപാകത ചൂണ്ടിക്കാട്ടിയ പ്രമുഖ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യാസെൻ. ദാരിദ്ര്യരേഖ നിർണയിക്കുന്നതിലെ അപാകത ചൂണ്ടിക്കാട്ടിയ പ്രമുഖ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യാസെൻ. അമർത്യാസെന്നിന് നോബൽ സമ്മാനം ലഭിച്ച വർഷം 1998 ആണ്. അമർത്യാസെന്നിന് നോബൽ സമ്മാനം ലഭിച്ച വർഷം 1998. അമർത്യാസെൻ തന്റെ പഠനങ്ങളിൽ പ്രാധാന്യം നൽകിയ വിഷയങ്ങൾ ദാരിദ്ര്യം, ക്ഷാമം, അസമത്വം എന്നിവയായിരുന്നു. അമർത്യാസെൻ തന്റെ പഠനങ്ങളിൽ പ്രാധാന്യം നൽകിയ വിഷയങ്ങൾ ദാരിദ്ര്യം, ക്ഷാമം, അസമത്വം എന്നിവയാണ്. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്. ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.